ഈയിടയ്ക്ക് മലയാള സിനിമയിൽ കോലക്കുഴൽ വിളി കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കള്ളകൃഷ്ണൻ കടന്നു വന്നിരുന്നു. ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ഫിലിമിലൂടെ വിനു മോഹൻ തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അഭിനയം എന്ന കലയിൽ വളരെയധികം അടുത്ത ബന്ധമുള്ള ഈ കുടുംബമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നാടകത്തെ വളരെയധികം സ്നേഹിച്ച മോഹൻ സർ, നമസ്കാരം. പിന്നെ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും തൻ്റെ സജീവ സാന്നിധ്യം അറിയിച്ച ശോഭാമ്മ, അമ്മയ്ക്കും സ്വാഗതം. വിനുമോഹൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിൻചേട്ടനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പിന്നെ അവിടെ വിനു മോഹൻ എന്ന കള്ളകൃഷ്ണന്റെ അനിയൻ അനു മോഹൻ. ഇപ്പം നിവേദ്യം എന്ന ഫിലിം കഴിഞ്ഞു, അതിനുശേഷം സൈക്കിൾ, രണ്ടും ഹിറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറായി മാറി. അപ്പം ഒരു താരമായതിനു ശേഷം, വെറും ഒരു താരമല്ല, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, സ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനായി മാറി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു എങ്ങനെയുണ്ട്? നല്ല സന്തോഷമുണ്ട്. കാരണം ഒന്നാമത് ഒരു പുതിയ പ്രൊഫഷനിലേക്ക് ചെന്നു, അതിൽ ഒരുവിധം നന്നായിട്ട് തുടക്കം കുറിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു പുതിയ വർഷം, മലയാള ഒരു വിഷുവിന് കൂടുതലും നാട്ടിൽ അച്ഛൻ്റെ വീട്ടിലായിരിക്കും കരുനാഗപ്പള്ളി. അപ്പം അവിടെ എല്ലാ മെമ്പേഴ്സും വരും. ഇപ്പം അച്ഛൻ്റെ അനിയന്മാരുണ്ട്, എല്ലാവരും വരും. അപ്പം നോർമലി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടും. അന്നാണ് ഏകദേശം നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്തൊക്കെ വേണം ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നാണ്. കാരണം എല്ലാവർക്കും കിട്ടുമല്ലോ, ഒരു ഏകദേശം 10 രൂപ, 50 രൂപ, 100 ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരുടെയും പല ഗ്രേഡ് അനുസരിച്ച് നമ്മൾ കൂട്ടി വാങ്ങിക്കും. ഈ വർഷം തൊട്ട് ഞാൻ കൊടുത്തു തുടങ്ങണമെന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ എന്താണ് എന്റെ ഇത് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, അവർക്ക് പറയണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കൊടുത്തു തുടങ്ങേണ്ട ഒരു സമയമായി, എന്നിട്ടും അച്ഛൻ്റെ വാങ്ങിയോ? പിന്നെ അത് വാങ്ങിക്കണമല്ലോ. എങ്ങനെ അമൗണ്ട് കുറച്ചോ കൂട്ടിയോ? സാധാരണ അമ്മയോ? അത് തന്നെ ആദ്യം എനിക്ക് ഞാൻ മക്കൾക്ക് കൊടുക്കും. അച്ഛൻ്റെ എമൗണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ എമൗണ്ടും കുറയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു വലിയ എമൗണ്ട് ഒന്നും ആരും തരില്ല. എല്ലാവരും ഒരു വിധമൊക്കെ എല്ലാവരും തരും, ഒരു വിധമൊക്കെ. അപ്പൊ എല്ലാം കൂടി കൂട്ടി കുറച്ച് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. കാരണം കുറെ മെമ്പേഴ്സ് കൂടുതലുണ്ടായോണ്ട് എമൗണ്ട് കൂടുതലാണ്. നിങ്ങൾ അത് വെച്ചിട്ട് എന്താ പണി? ആ പൈസ എല്ലാം കൂടി കൂട്ടിട്ട് ഞങ്ങൾ ആ സമയത്ത് നല്ല പർച്ചേസ് ചെയ്യും, ഫിലിം കാണും. അതാണ് ഏറ്റവും നല്ല ഹോബി, പണ്ടോട്ടുള്ള ഏറ്റവും നല്ല ഇഷ്ടം സിനിമ. രണ്ടുപേരുടെ സിനിമ കാണും. ചില സമയത്ത് ഇപ്പം 4 ഷോ നമ്മൾ കാണും, അങ്ങനെയൊക്കെ കാണും. നടന്മാരെയാണ് മലയാളത്തിന് ആവശ്യം. എപ്പോഴും സിനിമ ആണ്, അതാണ് നടന്മാരെ വേണം, നമ്മൾ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണല്ലോ. 4 ദിവസം അപ്പോൾ ഒരു ദിവസം നമുക്ക് മാറി കിട്ടും. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ഒരു ഷോ, ഉച്ചയ്ക്കത്തെ മാറ്റ്നി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം 4 പടം കാണാം. പിന്നെ ഒരു ദിവസം വീട്ടിൽ നല്ല ഭക്ഷണം വെച്ചാലും വന്ന് കഴിക്കത്തില്ല, അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ. അല്ല, വിഷുവിന് മിക്കവാറും വീട്ടിൽ തന്നെയാവും. വിഷുവിൻ്റെ അന്ന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാവും മിക്കവാറും. ഒന്നാമത് വിഷു ഏപ്രിൽ മാസമായിരിക്കുമല്ലോ. അപ്പം പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു വെക്കേഷൻ ടൈം ആകും. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അതിൻ്റെ ഒരു വിഷുവിൻ്റെ അന്ന് എല്ലാവരും വീട്ടിലുണ്ടാവും. മിക്കവാറും ഞാൻ പറഞ്ഞില്ല, വിഷുവിൻ്റെ അന്ന് മിക്കവാറും അച്ഛൻ്റെ വീട്ടിലാവും, നാട്ടിലാവും. അപ്പോൾ അവിടെ എല്ലാവരും ചിറ്റവന്മാരെല്ലാവരും ഉണ്ടാവും, സദ്യം അതെല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ആൾക്കൊക്കെ കൈനീട്ടം കൊടുത്തു. ഇന്ന് എൻ്റെ അനിയനും കൊടുത്തു. വേറെ ആരും എന്നെക്കാളും മൂത്ത ആൾക്കാരല്ലേ ഉള്ളൂ ഇവിടെ. കാരണം ഇനി നാട്ടിൽ ചെന്നാൽ അവിടെ മെമ്പേഴ്സ് കൂടുതലെല്ലാം നാട്ടിലാണ്. അവിടെ ചെന്നാൽ കൊടുക്കേണ്ടി വരും, അല്ലെ കൊടുപ്പിക്കുമല്ലോ അവിടെ ഉള്ളവരെല്ലാം കൂടെ. കാരണം ഒരു ഇതായിട്ടാണ് ഞാൻ ആദ്യത്തെ വിഷയമല്ല. അപ്പം മിക്കവാറും എൻ്റെ എന്തായാലും എല്ലാവരും വാങ്ങിച്ചിട്ട് തുടങ്ങുള്ളൂ. എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും അവിടെ ചെല്ലുന്നിടം വരെ. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുണ്ട് ക്ഷേത്രത്തിൽ, അവരെല്ലാം കാത്തിരിക്കുകയാണ്. ഒന്നിന്റെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ഞാൻ ലെഫ്റ്റിൽ 2 പൂജ്യം അപ്പുറത്തിൽ 1 ഇട്ടിട്ടാണ് കൊടുത്തത്. അവനത് കണ്ടിട്ടുണ്ടാവില്ല. പൂജ്യത്തിനും ഇല്ല, ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 2 പൂജ്യം 2 1ന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. 1ന്റെ അപ്പുറത്തായിരുന്നു പൂജ്യം മൊത്തം. ഇപ്പൊ ഇന്നത്തെ വിഷുവിന്റെ സ്ഥിതിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ കഴിഞ്ഞ വിഷു ഒക്കെ എങ്ങനെയാണ്? അത് കഴിഞ്ഞ വിഷു വിനു മോഹന്റെ ശോഭ മോഹന്റെ മകൻ ഒരു അത്ര എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ വിഷുവിന്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ വിഷുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശോഭ മോഹന്റെ മോൻ അല്ലെങ്കിൽ മോഹൻകുമാറിന്റെ മോൻ എന്ന് തന്നെ പറഞ്ഞു. ഇപ്പം വിനു മോഹന്റെ അമ്മയും അച്ഛനും. എനിക്ക് വയ്യ, കണ്ടല്ലോ. അനിയൻ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുക, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് കോഴ്സ്. ഓക്കെ. അപ്പം ഫൈനൽ ഇയർ ആയി. ഓക്കെ. ഫിലിംസ് ഒക്കെ കണ്ടില്ലേ? സൈക്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കിൾ കുഴപ്പമില്ല, സൈക്കിളോളാം. നിവേദ്യം സൈക്കിൾ ചവിട്ടുന്ന 2 എണ്ണം ശരിയാകുമെന്ന് ഡൗട്ടുണ്ട്. അല്ല, ഇവര് പോകുന്ന പറഞ്ഞാല് ഇവരുടെ ഹോസ്റ്റലിൽ ഇവര് ഒരു 60
പിള്ളേരാ ഇവന്റെ ബാച്ചിലുള്ള. അപ്പൊ മിക്കവാറും ഈ ഇത്ര എണ്ണം കൂടെ ഒരുമിച്ചായിരിക്കും ഏതെങ്കിലും ഒരു സൺഡേസിൽ ഫിലിമിന് പോകണം. ഞാനുള്ള സമയത്ത് ഞാൻ ഇപ്പൊ ഏത് പടമായാലും ഇപ്പൊ ഇതിന് മാത്രമല്ല ഏത് സിനിമയിലും ഇവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും മിക്കവാറും വിളിച്ച് പറയുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, 10-25 പേര് 30 പേരുണ്ടാവും. അങ്ങനെ അവർ അങ്ങനെ പോയി കാണാൻ അവർ മിക്കവാറും ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് പോയി കാണാം. അപ്പം സൈക്കിൾ എന്ന ഫിലിമില് ഇപ്പം ഇടയ്ക്ക് വെച്ചാൽ ഇറങ്ങിയിരുന്നു സായികുമാർ അങ്കിള് വിളിച്ചു പറഞ്ഞു എന്ന് ഏകദേശമുള്ള നടന്മാരുടെ എല്ലാവരുടെ അടി കിട്ടിയിരിക്കും, ഇനിയുള്ളത് നിന്റെ അടിയാണെന്ന്. അപ്പൊ കൊടുത്തോ അടി, സൈക്കിളിൽ കൊടുത്തല്ലേ? എങ്ങനെയുണ്ട്? മീൻസ് സ്വന്തം അമ്മാവനാണ് മുന്നിക്കണം, അടി കട്ടായെന്ന് കൊടുക്കണം, എങ്ങനെയുണ്ട്? അല്ല അതല്ല, നമ്മളിപ്പോ ഒരു ആക്ട് ഞാൻ പറഞ്ഞില്ല, ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇപ്പം അങ്ങനെയുള്ള ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിന് അല്ലെങ്കിൽ ആ സീനായിരിക്കും അതിന്റെ ഒരു ഡ്രോബാക്ക് വരാം.